പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വെള്ളിയാഴ്ച സായാഹ്നത്തിൽ ഒരുമിച്ച് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ ഈശോ പറയുന്നത് നമ്മൾ വായിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കണം. യേശുനാമത്തിലുള്ള പ്രാർത്ഥനകൾക്കാണ് ഉത്തരം ലഭിക്കുക. പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളിലുള്ള കുറവുകൾ നികത്താൻ നമ്മൾ യേശുനാമത്തെ സ്വീകരിച്ച് നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ ആ സ്തുതി പിതാവിൻ്റെ സന്നിധിയിലെത്തും. യേശുനാമത്തിൽ നമ്മൾ നന്ദി പറയുമ്പോൾ ആ നന്ദി പിതാവിൻ്റെ സന്നിധിയിലെത്തും. നമ്മുടെ കുറവുകൾ പരിഹരിക്കുന്ന നന്ദിയായി അത് പിതാവിൻ്റെ സന്നിധിയിലെത്തും. യേശുനാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തും. ഇതാണ് ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ അപ്പോളോസ് എന്ന് പറയുന്ന മനുഷ്യൻ അതിശക്തമായി യേശുനാമത്തിൽ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് കാണുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോളോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിലുള്ള മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ യോഹന്നാൻ്റെ മാമോദീസ മാത്രമാണ് സ്വീകരിച്ചത്. എന്നിട്ടും യേശുവിനെക്കുറിച്ച് തെറ്റുകൂടാതെ പഠിപ്പിക്കാനുള്ള കൃപ അവന് ലഭിച്ചിരുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങൾ, യേശുനാമത്തിൻ്റെ ശക്തിയാണത്. യേശുനാമത്തിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും വലിയ അഭിഷേകം ലഭിക്കുന്നു. നമുക്ക് കരങ്ങളുയർത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തെ, ഈശോയുടെ പേരിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ശക്തനായ ദൈവമേ, പിതാവിനേറെ പ്രിയമുള്ള ആ നാമമേ, ഇതാ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ പിതാപുത്രൻ പരിശുദ്ധാത്മാവായ ത്രിത്വൈക ദൈവത്തെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയെ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നന്ദി, 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 നന്ദി. നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും നമ്മളുടെ വിശ്വാസത്തിന് ചില ഉടവുകൾ തട്ടിയിട്ടുണ്ടാവും. ചില പ്രാർത്ഥനകളുടെ രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മളെപ്പോഴും യേശുനാമത്തിന് പ്രാധാന്യം കൊടുക്കണം. യേശുനാമത്തിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തത്തുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനാ മേഘങ്ങൾ തുളച്ചു കയറുന്നു. ഒരു മനുഷ്യന് നിഷ്കളങ്കനാകുന്നത് എപ്പോഴാണ്? കാരണം അവൻ്റെ സ്വാഭാവികതയിൽ തന്നെ പാപാവസ്ഥയിലുള്ളവനാണ്. പ്രത്യേകിച്ച് ആദത്തിൻ്റെ പാപം അവനിലുണ്ട്. അവൻ്റെ തന്നെ ജീവിതാവസ്ഥകളിലൂടെ കടന്നു വന്നപ്പോൾ അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള അറിവില്ലായ്മയിൽ നിന്നും അതുപോലെ തന്നെ അവൻ്റെ ജിജ്ഞാസയിൽ നിന്നുമൊക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാപങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഇതിൽ നിന്നെല്ലാം അവന് മാറ്റം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റനാമത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിച്ചാലേ അതിനത് മാറ്റമുണ്ടാകുകയുള്ളൂ. അത് യേശുനാമത്തിൻ്റെ ശക്തിയിലാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നവൻ നിഷ്കളങ്കമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിനേറെ പ്രീതികരമാണ്. അത് മേഘങ്ങൾ തുളച്ചു കയറി സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നു. ആകയാൽ പ്രിയമുള്ള മക്കളെ, യേശുനാമത്തെ നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യേശു ജീവിക്കട്ടെ. ഈശോ ജീവിക്കുന്ന ഒരു ഹൃദയം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗം കാത് കൊടുത്തുകൊണ്ട് കാത്തിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ യേശുനാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, നമ്മളുടെ തിരുസഭയ്ക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾ, നമ്മളുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മളുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിയോ 14 മാർപ്പാപ്പയെ പ്രത്യേകമായി സമർപ്പിക്കാം. തിരുസഭയെ ശുദ്ധീകരിക്കാൻ, വിശുദ്ധിയിലേക്ക് നയിക്കാൻ വലിയ അഭിഷേകം അദ്ദേഹത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, വലിയ വിടുതലിൻ്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, വലിയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരിക്കൽ കൂടെ 1 മിനിറ്റ് സമയം കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. തിരക്കുകൾക്കിടയിൽ പെട്ടിരിക്കുന്നവർ അല്പസമയം മാറി സ്വസ്ഥമായി മനസ്സിനെ ശാന്തമാക്കി ഇരുന്ന് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായ യേശുവിൻ്റെ നാമത്തെ ഇതാ ഞങ്ങളുടെ ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, ഓർമ്മയിൽ, ബോധ മനസ്സിൽ സ്വീകരിക്കുന്നു. ഈശോ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേലായ ദൈവമേ, ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ, ഞങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയും. യേശു നാമത്തിൻ്റെ ശക്തിയാൽ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം അങ്ങ് ഞങ്ങളിൽ വാസം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പോലെയാകാനുള്ള അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനായ യേശുവിനെ പോലെ ആയിത്തീരുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാപരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാപരമാദിവികാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാപരമാദിവികാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും. നമ്മളെ തന്നെ പരിപൂർണമായി പരിശുദ്ധിയാമയുടെ ഹൃദയം വഴിയായി ഈശോയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കാം. നാളെ നമ്മൾ ഇതേ സമയം ഈ ആരാധനാവേദിയിലേക്ക്, ഓൺലൈനിലൂടെയുള്ള ഈ ആരാധനാവേദിയിലേക്ക് കടന്നു വരുന്നതിലുള്ള സകല കാര്യങ്ങളെയും നമ്മളെ തന്നെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയെ ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.